എല്ലാ KCS കളരികളുടെയും ജർമ്മൻ ടൗൺ, കൊളംബിയ, വെർജീനിയ ഇവിടങ്ങളിലുള്ള എല്ലാ മലയാളം ക്ലാസ്സുകളുടെയും കൂടെ ചേർന്നുള്ള വാർഷിക ദിനമാണിന്ന്. ഈ ക്ലാസ്സുകൾ ഞങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പ്രോഗ്രാമായ മലയാളം മിഷൻ്റെ പാഠ്യപദ്ധതി പ്രകാരമാണ് ചെയ്യുന്നത്. കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കേരള സംസ്കാരം, കലകൾ, അതുപോലെ തന്നെ മലയാള സാഹിത്യം പരിചയപ്പെടുത്തുക, ഇവയൊക്കെ ആ കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. അതുപ്രകാരം കുട്ടികളെ ഈ വർഷം കുറച്ച് മലയാള സാഹിത്യം പരിചയപ്പെടുത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എബിയുടെ സഹായം ചോദിച്ചു. എബി ജോർജ് ഇവിടെ കവിയരങ്ങുകളൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രധാന ആളാണ്. അങ്ങനെ എബിയുടെ സഹായത്തോടെയാണ് ഞങ്ങൾ കുറച്ച് കവിതകളൊക്കെ തിരഞ്ഞെടുത്ത് കുട്ടികളെ പഠിപ്പിച്ചത്. കുട്ടികളുടെ കവിതകൾ ഉൾപ്പെടുത്തി നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ആദ്യ ആശങ്കയുണ്ടായിരുന്നു. അവർ മലയാളം പറഞ്ഞാൽ വലിയ കാര്യം, കുറച്ച് എഴുതാനും വായിക്കാനും കൂടെ പഠിച്ചാൽ ധാരാളം. അതിൻ്റെ കൂട്ടത്തിൽ അവരെ കവിത പഠിപ്പിക്കണോ, അല്ലെങ്കിൽ അവർക്ക് കവിത പഠിപ്പിക്കാൻ പറ്റുമോ? മാതാപിതാക്കളോടൊപ്പം തന്നെ ഞങ്ങൾക്കും ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ആദ്യം കുറച്ച് കവിതകൾ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് അവർക്ക് പഠിക്കാൻ പറ്റുന്ന. അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ കവിതകൾ ഉൾപ്പെടുത്താൻ പറ്റി, കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റി വിചാരിച്ചതിനേക്കാളും. തീർച്ചയായിട്ടും ഇതിനകത്ത് രക്ഷിതാക്കളുടെ പങ്ക് അതാണ് പ്രധാനമായിട്ടുള്ളത്. അവരുടെ താല്പര്യം, അവരുടെ പരിശ്രമം എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ KCS കളരിയിലെ എല്ലാ സെൻറ്ററുകളുടെയും ടീച്ചേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ്, കൊളംബിയയിലെ ലേഖ, ദിവ്യ, പ്രിയ കൈമൾ, അരുണ പിള്ളെ, അതുപോലെ വെർജീനിയ കളരിയിലെ സപ്ന, രഞ്ജു ഗോപൻ, വിജയത, ബിന്ദു രാജീവ്, ദിവ്യ അരുൺ, മിനു, രഞ്ജന വിനയൻ, ഇനി ഇവരെല്ലാവരുടെയും പരിശ്രമം ഈ പ്രോഗ്രാമിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് കുട്ടികളിവിടെ കവിതകൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരിവിടെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പല സാഹചര്യങ്ങളും മലയാളത്തിൻ്റെ പരിചയത്തിൻ്റെ കാര്യത്തിൽ പല തലങ്ങളിലുമുള്ളവരാണിത്. ചിലർക്ക് വീട്ടിൽ മലയാളം സംസാരിക്കാൻ സാഹചര്യമുള്ളവരുണ്ട്, അതില്ലാത്തവരുണ്ട്. മലയാള അക്ഷരങ്ങൾ കുറച്ച് നാളുകളായി പഠിച്ചവരുണ്ട്, പുതിയതായി ചേർന്നവരുണ്ട്. ഈവൻ സെക്കൻഡ് ജനറേഷൻ കുട്ടികളുണ്ട്. അതായത് ഞാൻ സെക്കൻഡ് ജനറേഷൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വെളിയിൽ ജനിച്ച് കേരളത്തിൻ്റെ വെളിയിൽ വളർന്ന് മലയാളം പഠിക്കാൻ സാഹചര്യം കിട്ടാതിരുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ. അവരൊക്കെ ഈ കവിതകൾ പഠിപ്പിക്കാൻ വളരെ പ്രയത്നിച്ചിട്ടുണ്ട് കുട്ടികളുടെ ഒപ്പം. അപ്പോൾ ഇവരിവിടെ കവിതകൾ ചൊല്ലുമ്പോൾ, സംസാരിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഉച്ചാരണത്തിൻ്റെ വ്യക്തത കുറവുകൾ അല്ലെങ്കിൽ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസങ്ങൾ ഒരു കുറവായി കാണരുത്. KCS കളരിയുടെ ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം കുട്ടികൾക്ക് മലയാളത്തിൽ അവർക്കിപ്പോഴുള്ള അറിവിനേക്കാൾ അത് മെച്ചപ്പെടുത്തുക, അവരെ അതിന് സഹായിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ ഇന്ന് ഇവർക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരം, കവിത ചൊല്ലാൻ കിട്ടുന്ന അവസരങ്ങൾ അവരെ അതിന് സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരെ മലയാള കവിതകൾ പരിചയപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ കുറച്ച് കുട്ടികൾക്കെങ്കിലും 1-2 മലയാള കവികളുടെ പേരുകൾ മനസ്സിലായ കുറച്ച് കവിതകളുടെ വരികൾ അവർക്ക് ചൊല്ലാൻ പറ്റിയാൽ അവർക്ക് ഓർമ്മയെടുക്കാൻ ഞങ്ങളുടെ ഉദ്യമം ഫലവത്തായി. ഇനി കുട്ടികളുടെ പാട്ടുകളും കവിതകളും ഒക്കെയാണ്. അതിനു മുമ്പ് ഒരു പ്രാർത്ഥന.